ഹലോ, ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയാലോ? അപ്പോൾ വീഡിയോസൊന്നും എടുക്കാനുള്ളൊരു ടൈം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഫുൾ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാത്തത്. അപ്പോൾ ഇന്ന് കുറച്ച് ഒഴിവ് കിട്ടിയപ്പോൾ ഇന്നൊരു ഫുൾ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ വീഡിയോക്ക് ഒരുങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. അപ്പോൾ നമ്മൾ രാവിലത്തെ ചായക്കുള്ളത് നോക്കുകയാണ് കേട്ടോ. രാവിലെ നൂൽപുട്ടും തേങ്ങാപ്പാലും ആണ് കേട്ടോ വിചാരിച്ചിരിക്കണത്. അപ്പം അതിനുള്ള ഒരുക്കങ്ങളാണ് ഈ കാണുന്നത്. സാധാരണ ഈ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. പിന്നെ ഏതായാലും ഉച്ചക്കൊക്കെയുള്ള ഭക്ഷണമൊന്നും വേണ്ട, നമുക്കിന്ന് ചെറിയൊരു പരിപാടി ഉണ്ട്. ഒരു മുട്ടായി കൊടുക്കലുണ്ട്, ഇപ്പാൻ്റെ പെങ്ങളെ കുട്ടീൻ്റെ മുട്ടായി കൊടുക്കലാണ്. അപ്പം ഇന്ന് നമുക്ക് ഉച്ചക്കത്തെ ഫുഡും പറ്റുമെങ്കിൽ രാത്രിക്കത്തെ ഫുഡും അവിടെ നിന്ന് കൊണ്ടുവരണം എന്നാണ് ഞാൻ ആലോചിക്കണത്. കിട്ടാതെ കിട്ടും. അപ്പോൾ രാവിലത്തെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞപ്പോൾ നമ്മൾ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങി. മുറ്റത്താണ് പണികൾ. നോമ്പ് പണിയൊന്നും എവിടെ എത്തിയിട്ടില്ല. അതും വേണം കഴിക്കുക. അവിടെ ഇവിടെയൊക്കെ കുറേ എടുത്തൊന്നല്ലാതെ ഇതുവരെ ഫുള്ളായിട്ടില്ല. അപ്പോൾ നമ്മൾ നൂൽപുട്ടിനുള്ള മാവ് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചൂട് കാരണം കുഴക്കാൻ പറ്റണില്ല, അതാണ് നിങ്ങൾ അങ്ങനെ കാണുന്നത്. അപ്പം ഇത്രയൊക്കെ ഉള്ളു പറയാൻ. എന്താ പറയേണ്ടതെന്നൊന്നും അറിയില്ല. നമ്മൾ ആദ്യമായിട്ട് വീഡിയോ ചെയ്യുമ്പോഴേ എന്തൊക്കെയാണ് പറയേണ്ടതെന്നും അറിയില്ല. ഇത് കണ്ടോ, സേഫ് അവിടെ പന്തൽ കിട്ടുക കേട്ടോ. നേരെ നമ്മൾ നോക്കണോടത്തുനിന്ന് തന്നെയാണ് കേട്ടോ വീട്. അപ്പോൾ ഇതാണ് കേട്ടോ പന്തൽ. നമ്മളെ പണ്ടത്തെ ഒരു വൈബ് കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? എനിക്ക് കിട്ടിയിട്ടത് കണ്ടപ്പോൾ. ഇപ്പോൾ കല്യാണങ്ങളൊക്കെ ഏറും ഓഡിറ്റോറിയത്തിലായപ്പോൾ ഇതുപോലുള്ള ഇതൊന്നും ശരിക്കും ഇപ്പോൾ എന്താ പറയുക ആസ്വദിക്കാൻ പറ്റലില്ല. നമ്മളെ നാട്ടിൻപുറത്തെ കല്യാണമാണല്ലോ നമുക്ക് എപ്പോഴും ഒരു രസമല്ലേ. അപ്പോൾ അങ്ങനെ മുറ്റടിച്ച് വാരലൊക്കെ കഴിഞ്ഞു. കുറച്ച് തിരുമ്പാനുണ്ടായിരുന്നു, അതും തിരുമ്പിയിട്ടു. എനിക്ക് കണ്ടോ എല്ലാ ഹെൽപ്പിന് എനിക്ക് 2 ആൾക്കാരുണ്ട്. ഒരാൾ ഇതവിടെ പാത്രം കഴിക്കുന്നുണ്ട്, ഒരാൾ അവിടെ അടിച്ചു വാരുന്നുണ്ട്, അലക്കി തരുന്നുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറിങ്ങാണ്ട് അതൊക്കെ ഒന്ന് നന്നാക്കിയിട്ടു. പിന്നെ നമ്മൾ എമിനെ ഒന്ന് ഒരുക്കുകയാണ് കേട്ടോ. സേഫിൻ്റെ ഒപ്പം പറഞ്ഞേക്കാന്ന് വിചാരിച്ചിട്ട് ഓനൊരുക്കണം. അപ്പോൾ ഇപ്പച്ചി പോയി ഇറങ്ങാണ്ടാണ് കേട്ടോ കരയണത്. അങ്ങനെ ഓരോ രണ്ടാളും പരിപാടിക്ക് പറഞ്ഞയച്ചു. ഇനി എനിക്കൊന്ന് കുളിക്കണം, ഡ്രസ്സ് മാറ്റണം. അങ്ങനെ ഞാൻ ഒരുങ്ങിയതാ ഈ പരുവത്തിലയക്കണം കേട്ടോ. അങ്ങനെ വന്നവരൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. എല്ലാ വീഡിയോസൊന്നും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇത് ഒരു കൊണ്ടുവന്ന മുട്ടായികളാണ്. ഇപ്പം നമ്മളെ കല്യാണത്തിൻ്റെ സമയത്തെ പോലെയൊന്നുമല്ല. ഇപ്പം നിശ്ചയം കഴിഞ്ഞാലും എൻഗേജ്മെൻറ്റിനും നിക്കാഹിനൊക്കെ മുട്ടായി കിട്ടും, പല സാധനങ്ങളും കിട്ടും. അങ്ങനെ നമ്മൾ തിരിച്ചു വന്നു. രാത്രിക്കൊക്കെയുള്ള ഫുഡും കിട്ടി. അത് കഴിഞ്ഞൊന്ന് ഉറങ്ങി എണീറ്റിങ്ങാണ്ട് ഒരു ചായയും ഉള്ളിവടയും കഴിച്ചു. ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ.